ശരിക്കും പറഞ്ഞാല് ഞാൻ പച്ച തെറി പറയാണ്. അത് നിങ്ങളുടെ സംസ്കാരമാണ് ധർമ്മജൻ. എനിക്ക് അതിലൊന്നും ഒരു അത്ഭുതവും ഇല്ല. നിങ്ങൾ ഈ രീതിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിലപാടെടുത്ത നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരികയെ തെറി പറയും. എനിക്ക് അതിലൊരു അത്ഭുതവും ഇല്ല ധർമ്മജൻ, എനിക്കൊരു അത്ഭുതവും ഇല്ല. ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾക്ക് ഈ ഒരു ഞായറാഴ്ച വൈകുന്നേരം മലയാള സിനിമയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മജനെ പോലത്തെ ഒരാളെ പിടിച്ചിട്ട് ഈ ഒരു ചാനലിൽ കൊണ്ട് നിങ്ങളൊരു ഒരു ഡിബേറ്റ് ചെയ്യാനുള്ള സാമാന്യ ബോധമില്ലായ്മ നിങ്ങൾ കാണിച്ചല്ലോ. സമ്മതിച്ചു എൻ്റെ ന്യൂസ് 18 കേരള നിങ്ങളെ സമ്മതിച്ചു. ധർമ്മജൻ എന്നല്ല, അമ്മ പ്രസിഡന്റിനോട് വരെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ എനിക്കറിയാം. ഞാൻ ചോദിക്കുകയും ചെയ്യും. എന്താണ് ധർമ്മജൻ ബോൾഗാട്ടിക്ക് പ്രത്യേകത? എന്താണ് ധർമ്മജൻ ബോൾഗാട്ടിക്ക് പ്രത്യേകത? പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യും. ഒരു ബോധവും ഇല്ലാണ്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മജനെ പിടിച്ച് കുടഞ്ഞ് അതൊരു വേൾഡ് ന്യൂസാക്കി വിടാൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? നിങ്ങൾ പറഞ്ഞ പോലെ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിനെ പിടിക്കും, അതല്ലെങ്കിൽ അമ്മയുടെ മെയിൻ ആയിട്ടുള്ള ആളുകളെ പിടിച്ച് നിങ്ങൾ ഇതുപോലെ ഡിബേറ്റിന് വിളിക്കും. എന്നിട്ട് അവരോട് നിങ്ങൾ സംസാരിച്ചിട്ട് അവരെ വായിലുള്ള ചാടിക്ക്. ധർമ്മജൻ പറയുന്ന നാക്കിൻ്റെ കുഴച്ചിൽ കേട്ടാൽ അറിയാം ധർമ്മജൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അത്രയെങ്കിലും ഡീസൻറ്റിൽ പുള്ളി സംസാരിച്ചല്ലോ എന്ന് ആലോചിക്കും. എന്നിട്ട് അതിനെ ചൊറിഞ്ഞ് 13-14 മിനിറ്റായി ഈ വർത്താനം പോകുന്നത്. ഏതാണോ ഈ പറഞ്ഞ അവതാരിക എന്നൊക്കെ തമ്പുരാൻ ഈ ന്യൂസ് റീഡറൊക്കെ ആരാ ഏത് എന്താണെങ്കിലും വേണ്ടല്ലോ. ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അപ്പുറത്തുണ്ടാവുള്ളൂ, ഒരു എഡിറ്റർ അപ്പുറത്തുണ്ടായിരിക്കുമല്ലോ. സമ്മതിച്ചിട്ട് ആ മൊത്തം ക്രൂവിനെ സമ്മതിച്ച് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു 5 പൈസൻ്റെ വിവരമില്ലല്ലോ. അവനൊക്കെ പിടിച്ച് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഇരുത്താൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരുണ്ട്. പിന്നെ ഇതിൽ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ അമ്മയിൽ ആരൊക്കെ കുറേ ആൾക്കാർ ചെയ്തതിന് അമ്മനെ പറഞ്ഞ് ഇയാളെ പറഞ്ഞ് മൊത്തം ഫിലിമിനെ പറഞ്ഞ് നിങ്ങളെന്തോ കണ്ടുപിടിച്ച പോലെ ഈ ഒരു സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ഇത്രയും വലിയ ഇന്ത്യയിലെ വലിയ ചാനലാണ്, സംഗീത ചാനലാണെന്ന് നമുക്കറിയാം, അത് പോട്ടെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു സാമാന്യ ബോധത്തിൽ വേണ്ടേ സംസാരിക്കാൻ? നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരണ്ടേ നിങ്ങൾ ഈ ഡിബേറ്റിനും ഇങ്ങനത്തെ ചർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട്? അല്ല, ധർമ്മജനെ പോലത്തെ ഒരാൾ എന്തവിടെ വന്ന് പറയാനുള്ളത്? അത്രയ്ക്ക് ബോധമുള്ളൂ ധർമ്മജന്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. സിനിമാ മേഖലയെ ആക്രമിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇപ്പോഴാണ് പറയുന്നത് അന്വേഷിക്കട്ടെ. ആക്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിനിമാ മേഖല മാത്രമല്ല ഇത് ചെയ്യുന്നത്, ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട്. എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം. വരുന്നത് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ മേഖലയിലാണ്. അപ്പോൾ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം. ഞങ്ങളുടെ മേഖലയിൽ വരുമ്പോൾ ഇവിടെയും അന്വേഷിക്കും. ഇപ്പോൾ നിങ്ങളുടെ മേഖലയിലാണ്. ഞാൻ പറയണത്, അമ്മ സംഘടനയാണോ ശുദ്ധികലശം നടത്തേണ്ടത്? നിങ്ങൾ പറയൂ, അങ്ങനെയാണോ? അതാണോ നിങ്ങളുടെ ഉദ്ദേശം? ആരാണ് ശുദ്ധികലശം നടത്തുന്നത്? അമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാകുമോ? അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സംഘടനയ്ക്കുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സിദ്ദിഖ് രാജിവെച്ചത്? എന്നാ പിന്നെ സിദ്ദിഖ് രാജിവെക്കണ്ടല്ലോ. അമ്മ ശുദ്ധികലശം സിദ്ദിഖ് എന്തിനാണ് രാജിവെച്ചത്? എന്തെന്നാണ് മോളെ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് 10 രൂപ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാനുള്ള 10 രൂപയിലധികം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ ഞാൻ 10 രൂപ കൊടുത്തിട്ടുണ്ടോ ഇല്ലോ? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണ്ട. ആ രീതിയിൽ നിങ്ങൾക്ക് യാതൊരു ആരോപണം ഉന്നയിക്കാൻ പറ്റുകയുമില്ല. ധർമ്മജൻ ബോൾഗാട്ടി 10 രൂപ കൊടുത്തിട്ട് 10ഉം 10,000 കൊടുത്ത ശേഷം 10ഉം 10,000 കൊടുത്ത ശേഷം ഇത് മൊത്തം കേട്ടാലുണ്ടല്ലോ ധർമ്മജനും പിടിച്ചിടിക്കാൻ തോന്നും, ഈ അവതാരികയും പിടിച്ചിടിക്കാൻ തോന്നും. അമ്മ അതിരി കോപ്രായങ്ങളാ രണ്ടാളും കൂടെ. ചെറിയ LKG മക്കൾ എന്നെ പിച്ചി എന്നെ മാന്തി എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കിളിച്ചോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളി പറഞ്ഞ ഈ അമ്മയിലെ ആരൊക്കെ എന്തൊക്കെയോ ചെയ്തതിന് ഇപ്പൊ ധർമ്മജൻ എന്ത് കാണിക്കാനാ? അല്ലെങ്കിൽ അമ്മനെ മൊത്തം അങ്ങോട്ട് പറഞ്ഞ് ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തം അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? നിങ്ങളുടെ ഇൻഡസ്ട്രിയിലില്ലേ? നിങ്ങളുടെ ഇൻഡസ്ട്രിയിലും ഉണ്ട്, എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഫിനാൻഷ്യൽ ബാങ്കിങ് ഇൻഡസ്ട്രിയിലും നമ്മുടെ എന്താ പറയുക ട്രാൻസ്പോർട്ട്, ഫ്ലൈറ്റ്, സകലമാന ഇൻഡസ്ട്രിയിലുണ്ട് ഈ ഇഷ്യൂസ്. ഇങ്ങനൊരു കമ്മിറ്റി കാര്യങ്ങൾ വന്നതുകൊണ്ട് ഇത് പുറത്തോട്ട് വന്നു. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് ഇതിനേക്കാൾ വേസ്റ്റ് ആയിട്ടുള്ള വൾഗറായിട്ടുള്ള എന്താ പറയുക ന്യൂസുകൾ നമുക്ക് കിട്ടും. നമുക്ക് അറിയുകയും ചെയ്യാം, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാലും കിട്ടിയ ഒരു സാധനത്തിന് ഇങ്ങനെ കുഴപ്പിക്കുക എന്നല്ലാണ്ട് സത്യം ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങൾ ആ ഒരു 13 മിനിറ്റുള്ള 13-14 മിനിറ്റ് ഉണ്ട്, അതിന് ശേഷം ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം. നമുക്ക് തന്നെ തോന്നും ഈ അവതാരികൾക്ക് ബോധമില്ലേ? ധർമ്മജൻ നമുക്കറിയാം ഏത് അവസ്ഥയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഈ അവതാരികൾക്ക് ഒരു ബോധമില്ലേ?
ഇത് ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ ആ കൂട്ടത്തിൽ അപ്പുറത്ത് നിന്ന് ആൾക്കാർക്ക് ഒരു ബോധമില്ല, അവർ സ്റ്റോപ്പ് ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് ഇപ്പം തന്നെ ബോധമില്ലെങ്കിൽ അവരെങ്കിലും സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഇതെന്തോ ആൾക്കാർ കണ്ടുപിടിച്ച് എന്തോ റേറ്റിംഗ് മറ്റെന്താ പറയുക, ഈ TRP കൂട്ടാനുള്ള ഒരുമാതിരി കോപ്രായ ഡ്രാമാറ്റിക് ഷോ കാണിക്കുക നിങ്ങളെ പോലത്തെ ചാനലൊന്നും. ധർമ്മജനെ കിട്ടിയോണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ചാനലിൻ്റെ ആ ഒരു അടിസ്ഥാനം നമുക്കറിയാലോ, എന്തിനു എയിം ചെയ്യുന്ന ചാനലാണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ കിടന്ന്. പക്ഷേ ഒരു ബോധത്തിലൊക്കെ വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, കുറച്ചൊക്കെ ഒരു വിവരവും കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇങ്ങനത്തെ ന്യൂസൊക്കെ പടച്ചു വിടുമ്പോൾ കഷ്ടം.